ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനുള്ള ചരിത്രപ്രധാനമായ ചർച്ചകൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം. അതിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചകൾ ഇപ്പോൾ എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? രമ്യ സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഘട്ട ചർച്ചയാണ് അവസാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ പക്ഷേ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. കാരണം ട്രംപ് പറഞ്ഞ വാക്കുകളാണ്. ഈ ഹോർമുസ് കടലിടുക്കുടൻ തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്നുള്ളൊരു ഭീഷണി കൂടി ഈ ഒരു സമാധാന ചർച്ച പുരോഗമിക്കുമ്പോഴും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിനി ഏത് തരത്തിലാകും വരും മണിക്കൂറുകളിൽ അത് സംഭവിക്കുന്നത് എന്നുള്ളതും ഒരു ആകാംക്ഷയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ സമാധാന കരാറിനുള്ള ചരിത്രപ്രധാനമായ ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ജനീവയിൽ വെച്ചാണ് ഈ ചർച്ച നടന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ പ്രതികരിച്ച വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ ഇറാന്റെ പ്രതിനിധി സംഘത്തിൽ പാർലമെന്റ് സ്പീക്കറും വിദേശകാര്യ മന്ത്രിയും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും ഒരു മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയുന്നത് പോലെ തന്നെ ലെബനനിലെ അടിയന്തര വെടിനിർത്തലും ഒപ്പം തന്നെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷിയും തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു ചർച്ചയായതും. അത്തരത്തിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ ഒരു സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തിയതാണ്. അതിനിടയിലാണ് ട്രംപിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാകുന്നതും. എന്തായാലും നിലവിൽ ഇപ്പോൾ എല്ലാം സമാധാനപരമായി പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ തന്നെ ഈ സമാധാന കരാർ ഉണ്ടായില്ലെങ്കിൽ ഹോർമുസിൽ അതിലൂടെ പോകുന്ന ഇറാൻ കപ്പലുകൾക്ക് മേൽ ടോൾ ഏർപ്പെടുത്തുമെന്നുള്ള വിവരം ഇപ്പോൾ ട്രംപ് അന്ത്യശാസ്ത്രമായി നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഈ ഇത്തരം ചർച്ചകളൊക്കെ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഇനി രണ്ടാം ഘട്ട ചർച്ച കൂടിയുണ്ട്. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ ഒന്നാം ഘട്ട ചർച്ച പുരോഗമിക്കുമ്പോഴാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ഈ പശ്ചിമേഷ്യ സംഘർഷഭരിതമായ സമയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാധാന ചർച്ചകളിലേക്ക് പോകുന്നത്. അത് ലോകം മുഴുവൻ തന്നെ ഒരു സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായി തന്നെയായിരുന്നു നമ്മൾ അതിനെ കണ്ടത്. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഹോർമുസ് വിഷയത്തിൽ വീണ്ടും ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശരി, നീതാ നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.